ഈ 100-ൽ മുകളിലുള്ള വിജയത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത്ര വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായി തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവ് അത് വളരെ കൃത്യമായി തന്നെ അദ്ദേഹം 100-ന് മുകളിൽ സീറ്റ് കിട്ടുന്നു. പക്ഷേ 95 സീറ്റ് വരെ വരാനുള്ള സാധ്യതകളെക്കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഒരു വിലയിരുത്തൽ ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിനുള്ള കാരണങ്ങൾ 3 ഒന്ന്, ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളാണ്. അത് നിങ്ങൾക്കറിയാവുന്ന പോലെ ഓരോ ജില്ലയിലും നമ്മളെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ധർമ്മടത്ത് തന്നെ ഞങ്ങൾക്ക് 6 റൗണ്ടുകളിൽ കേരളത്തിന്റെ 16 വർഷക്കാലം CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ പിണറായി വിജയനെ, 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ 6 റൗണ്ടിൽ പിന്നാക്കം കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ചെറുപ്പക്കാരായിരുന്നു ഓരോ സ്ഥലത്തെയും ഞങ്ങളുടെ തുറുപ്പുചീട്ട് എന്ന് പറയുന്നത്. 2, പാർട്ടി വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണലായി തന്നെ പാർട്ടി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്തിരുന്നു. അത് സോഷ്യൽ മീഡിയ ആണെങ്കിലും തന്നെ, സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും ശരി തന്നെ, അതോടൊപ്പം തന്നെ മറ്റു കാര്യങ്ങളാണെങ്കിലും, പ്രചരണ കാര്യങ്ങളാണെങ്കിലും ശരി തന്നെ, പ്രധാനപ്പെട്ട നേതാക്കന്മാരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങളടക്കം പാർട്ടി വളരെ കൃത്യമായി, വളരെ പ്രൊഫഷണലായി തന്നെ കൈകാര്യം ചെയ്തിരുന്നു. 3-മത്തത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആന്റി ഇൻകംബൻസി തന്നെയാണ്. 10 വർഷക്കാലത്തെ കേരളത്തിലെ ഒരു ആന്റി ഇൻകംബൻസി വേവ് തീർച്ചയായിട്ടും ജനങ്ങൾ ഈ സ്മരണം മടുത്തു. അതുമാത്രമല്ല, അഴിമതി നിറഞ്ഞ ഈ സർക്കാരിനെ എങ്ങനെയാണെങ്കിലും പുറത്തിറക്കി വിടണം എന്നുള്ളത് വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ ആളുകളോട് മറുപടി അവർ കൊടുത്തത് ബൂത്തുകളിൽ പോയിട്ടാണ് എന്നുള്ളത് നമ്മളിന്ന് കണ്ടുകൂട്ടുന്നതാണ്. അതുകൊണ്ട് മഞ്ജുഷയെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ, ഭരണം കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 102 സീറ്റ് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ ഇത്തരത്തിൽ 102 സീറ്റുകളുമായി ഒരു സർക്കാർ അധികാരത്തിൽ വരുന്നത്. 101 സീറ്റുകൾ കിട്ടിയ ഒരു ചരിത്രമുണ്ടെന്ന് തോന്നുന്നു. ശ്രീ A.K. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അത്തരത്തിലൊരു സീറ്റ് 101 സീറ്റ് വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും 102 സീറ്റുകൾ കിട്ടുന്ന ഒരു സാഹചര്യം നമുക്ക് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഉത്തരവാദിത്തമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് ശേഷം 11 കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു. ഈ മുന്നണി സംവിധാനം വന്നതിന് ശേഷം 1982 ശേഷം ഇങ്ങനെ ഒരു വിജയം ആദ്യമാണ്. ശേഷം തീർച്ചയായും അതെ. അതിന് മുമ്പൊക്കെ ഉള്ള UDF സംവിധാനത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഈ ഗ്യാരണ്ടി സ്കീം കേരളത്തിലെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതൊരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. വളരെ വലിയ പക്ഷേ ജനങ്ങൾ UDF-ന്റെ ഗ്യാരണ്ടി സ്കീം വാഗ്ദാനങ്ങൾ വിശ്വസിച്ചാണെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. വാഗ്ദാനങ്ങൾ വിശ്വസിച്ചല്ല, പക്ഷേ പിണറായി സർക്കാരിനെതിരെയുള്ള ഒരു വികാരം എന്നേ പറയാൻ കഴിയുകയുള്ളൂ. വാഗ്ദാനങ്ങൾ അവർ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. മഞ്ജുഷെ, വാഗ്ദാനങ്ങളായിട്ടല്ല ഞങ്ങളിതിനെ കാണുന്നത്. ഞങ്ങൾ നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞു. വാഗ്ദാനമല്ല മഞ്ജുഷ്, അങ്ങനെ വാഗ്ദാനമായിട്ട് കരുതരുത്. ഈ 5 കാര്യങ്ങൾ പറഞ്ഞത് കേരളത്തിന്റെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് വാഗ്ദാനങ്ങൾ കൊണ്ട് മാത്രമാണ് വിജയിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. 3 കാര്യങ്ങൾ ഞാൻ ആദ്യമേ നേരത്തെ പറഞ്ഞു. 4-മത്തെ കാര്യമായിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ ജനങ്ങളുടെ മുമ്പിൽ, ഈ 5 കാര്യങ്ങളാണെങ്കിൽ തന്നെയും ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ സ്ഥലത്തും അതത് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യാനും കുടുംബയോഗങ്ങളിൽ അത് അവതരിപ്പിക്കുവാനും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ സ്വീകരിച്ചിട്ടൊരു സ്ട്രാറ്റജി, ഞാൻ പറഞ്ഞ ഓരോ പ്രദേശത്തെയും സാഹചര്യം എന്താണ് എന്ന് കണ്ടിട്ട് ആ സ്ഥാനാർത്ഥികളോട് തദ്ദേശ അല്ലെങ്കിൽ ആ പ്രദേശത്തിന്റെ പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട്, അവിടുത്തെ ഒരു ഇക്വേഷൻസ് എല്ലാം പരിഗണിച്ചുകൊണ്ട് അവർ തന്നെ ചില സ്ട്രാറ്റജീസ് കൈകാര്യം ചെയ്യണമെന്നൊരു നിർദ്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകമായിട്ട് AICCയുടെ നേതൃത്വത്തിൽ കാൻഡിഡേറ്റ്സിന്റെ യോഗം വിളിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. ഇതൊക്കെ ഒരുപക്ഷെ ആദ്യമായിട്ടാണ് അത്തരത്തിൽ പ്രൊഫഷണലായിട്ട് സമീപനം ഉണ്ടായത്. പ്രൊഫഷണൽ സമീപനം എടുക്കാൻ കാരണം അത് AICCയിൽ നിന്ന് കിട്ടിയ പിന്തുണ കൂടിക്കൊണ്ടാണല്ലോ. ഇതിൽ KC വേണുഗോപാലാണോ ഇത്രയും കാര്യങ്ങൾക്ക് കൂടുതലുമായിട്ടും ചുക്കാൻ പിടിച്ചത്? അപ്പോൾ ഓരോ സ്ഥാനാർത്ഥിയോടും നിങ്ങൾ നേരിട്ട് ഇടപെട്ട് അവരുടെ പരാതികൾ ഓരോ ദിവസവും പരിഹരിച്ചു പോകുന്ന രീതിയിലുള്ള ഒരു ക്രമീകരണമാണല്ലോ വാർ റൂം സജ്ജീകരണത്തിലൂടെ നടപ്പാക്കിയത്. അതിപ്പോൾ മറ്റ് പാർട്ടികളിൽ നിന്ന് വിട്ടുവന്ന ആളുകൾക്ക് പോലും അതൊരു അത്ഭുതമായിരുന്നുവല്ലോ, അല്ലേ? തീർച്ചയായിട്ടും മഞ്ജുഷ, അത് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ് അങ്ങ് നടത്തിയിട്ടുള്ളത്. എല്ലാ സ്ഥാനാർത്ഥികൾക്കും വാർ റൂമിൽ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അവരുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ്സിനും അവരുടെ കാൻഡിഡേറ്റ്സിനും നേരിട്ട് വിളിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായിരുന്നു. അതൊരു ഒറ്റയാൾ പട്ടാളമല്ല, ഒരു കൂട്ടം, ഒരു 10-50ഓളം ആളുകളുടെ ഒരു വളരെ അക്ഷീണമായിട്ടുള്ള പ്രവർത്തനമാണ്. അതിനകത്ത് ആൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ കൃത്യമായ നിർദ്ദേശവും അതോടൊപ്പം തന്നെ അതിനുള്ള ഗൈഡൻസും നമുക്കുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ നേതൃത്വം ഓരോ സെക്കൻഡിലും ഓരോ നിയോജക മണ്ഡലത്തിലും നടക്കുന്ന കാര്യങ്ങൾ നേതൃത്വം അറിയുന്നുണ്ടായിരുന്നു. അത് പ്രതിപക്ഷ നേതാവാണെങ്കിലും KPC പ്രസിഡന്റ് ആണെങ്കിലും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണെങ്കിലും അതോടൊപ്പം തന്നെ ദീപാദാസ് മുൻഷി AICCയുടെ കേരളത്തിന്റെ ചുമതലയുള്ള ശ്രീമതി ദീപാദാസ് മുൻഷി അടക്കമുള്ള ആളുകൾക്ക് സെക്കൻഡ് ബൈ സെക്കൻഡ് ആ വിവരങ്ങൾ നമ്മൾ കൈമാറുന്നുണ്ടായിരുന്നു. അത് വിവരം കൈമാറുക മാത്രമല്ല അതിന് കൃത്യമായ ഒരു പരിഹാരം ഉണ്ടാകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തിപരമായി നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴൊക്കെ ഞാൻ മഞ്ജുഷയോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമുക്ക് അത്തരത്തിലൊരു പ്രൊഫഷണലായ ഒരു സമീപനത്തിന്റെ വിജയം ഇതിനകത്തുണ്ട്. ഒരു ഘടകം മാത്രമാണ്. അതോടൊപ്പം ഐക്യത്തോടുകൂടി പ്രവർത്തിക്കാൻ എല്ലാ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനായിട്ട് ശ്രമിച്ചു. ഒരു അസാരസ്യങ്ങളും ഈ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട സമയങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചർച്ചയായാൽ സ്വാഭാവികമാണ്. ഒരു ജനാധിപത്യ പാർട്ടിയാവുമ്പോൾ ചർച്ചയുണ്ടാവും. പക്ഷെ അതിന് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഒറ്റക്കെട്ടായി തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്രയും വലിയൊരു വിജയം കിട്ടിയിട്ടുള്ളത്. ആ വിജയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, നമ്മുടെ ഉത്തരവാദിത്തം വളരെയധികം വർദ്ധിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അടുത്തൊരു 5 വർഷക്കാലം കേരളം ആഗ്രഹിക്കുന്ന, സാധാരണക്കാർ ആഗ്രഹിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.